ഈ കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം കൊച്ചി തീരങ്ങളിലൊക്കെ അതിരൂക്ഷമായ കടലാക്രമണമാണ്. അപ്പോൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും ഈ പ്രതികൂലമായ കാലാവസ്ഥയിലൊക്കെ ഈ കണ്ണമാലി മേഖലയിലൊക്കെയുള്ള ജനങ്ങൾ എത്രത്തോളം വലിയ ദുരിതമാണ് അനുഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ദുരിതത്തിനൊന്നും ഒരു അറുതിയും വന്നിട്ടില്ല. ന്യൂനമർദ്ദം ശക്തമായതോടെ കൊച്ചിയുടെ തീരമേഖലകളിൽ കടലാക്രമണം ഇപ്പോൾ വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. കടൽ ഭിത്തിയില്ലാത്ത കണ്ണമാലി വൈപ്പിൻ പ്രദേശങ്ങളിലാണ് കൂടുതൽ പ്രതിസന്ധി ഇപ്പോൾ ഉള്ളത്. വേലിയേറ്റ സമയങ്ങളിൽ വീടുകളിൽ കഴിയാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണമാലിയിൽ നിന്നും ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചെല്ലാനം കണ്ണമാലി ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് കണ്ണമാലി ചെറിയ കടവ് ഭാഗത്താണ്. അത് റോഡ്, ആ റോഡിൽ നിന്ന് ഇവിടേക്ക് വീട്ടിലേക്ക് കയറുകയാണ്. വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഒരു അവസ്ഥ ഇതാണ്. ഏതാണ്ട് മുട്ടറ്റം വെള്ളമാണ് ഈ ഭാഗത്തേക്കെല്ലാം തന്നെ പോകുമ്പോൾ. ഇവിടെ മുഖ്യ പ്രശ്നം നമുക്കറിയാം, കടലാക്രമണം വളരെ രൂക്ഷമായൊരു പ്രദേശമാണ് കണ്ണമാലി ചെറുകടവ് കമ്പനിപ്പടി ഭാഗത്തേക്കെല്ലാം തന്നെ വരുമ്പോൾ. നിലവിൽ ഇപ്പോഴത്തെ പ്രശ്നം കർക്കിടക വാവ് ആയതോടുകൂടി വലിയ രീതിയിലേക്ക് ഇവിടെ വേലിയേറ്റം ശക്തമായിരിക്കുന്നു എന്നതാണ്. സാധാരണ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ കൂടി നമുക്ക് നോക്കാം. മിക്കവാറും ഈ മേഖലയിലുള്ള എല്ലാ വീടുകളും വീണ്ടും ദുരിതത്തിലായിരിക്കുന്നു എന്നതാണ്. വീടിന് അകത്തേക്ക് വരുമ്പോഴൊരു അവസ്ഥ ഇതാണ്. ഇതിപ്പോൾ അടുക്കള ഭാഗമാണ്. അടുക്കളയെല്ലാം തന്നെ പൂർണ്ണമായും ഈ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് വെള്ളത്തിന് മുഴുവൻ പിടിയിൽ. എങ്ങനെയാണ് വീട്ടിലെ പാചകവും കാര്യമൊക്കെ എങ്ങനെയാണ്? ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇറങ്ങാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വെള്ളത്തിന് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കാലി മരവിക്കും, ഇല്ലാത്തൊരു ഭാഗം ഉണ്ടാകുകയും ചെയ്യും. ഇത് എല്ലാ ദിവസവും ഇത് തന്നെ പണിയാണ്. ഇപ്പോൾ കർക്കിടവാവിൻ്റെ പേരും പറഞ്ഞാണ് ഇങ്ങനെ നിൽക്കണത്. വാട കെട്ടിയാൽ അപ്പം തന്നെ പൊട്ടിപ്പോവും. ഇവിടുത്തെ വാർഡ് മെമ്പർ ഒന്നും ചെയ്യിക്കണില്ല ഇവിടെ. അതാണ് കർക്കിടക വാവാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഏതാണ്ട് അവസ്ഥ ഇത് തന്നെയാണ്. നോക്കുക, വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നു. എല്ലാ മുറിയിലും തന്നെ ഇതുപോലുള്ള വീടിൻ്റെ എല്ലാ മുറിയിലും ഇതുപോലുള്ള വെള്ളക്കെട്ടാണ്. ചേച്ചി നമുക്കൊപ്പം ഉണ്ട്. 21 ദിവസം കടൽ കയറി, എന്നിട്ട് ഒരാഴ്ച അതിനൊരു ഇതുണ്ടായി, റെസ്റ്റ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം 4 ദിവസമായി കയറണം. പിന്നെ 4 ദിവസമായി ഇപ്പം ഇത് തുടങ്ങിയിട്ട്. ഇങ്ങനെയാണ് എല്ലാ ദിവസവും എല്ലാ മുറിവും ഇങ്ങനെ മുങ്ങണേണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ പോകും. ഞങ്ങളുടെ വീടാണെങ്കിൽ ഇങ്ങനെ ഇത്ര ഇതായിട്ട് നടപ്പതിച്ച് നിൽക്കണേ. ഓർക്കുമ്പോൾ വല്ല ഇടിഞ്ഞു വീണാൽ എന്ത് ചെയ്യും? അതാണ് വിഷയം. കാരണം ഇത് കാലപ്പഴക്കമുള്ള നിരവധി വീടുകൾ ഈ മേഖലയിലുണ്ട്. അവരെല്ലാവരും തന്നെയും ഈ വെള്ളക്കെട്ടിൻ്റെ പിടിയിലായിരിക്കുന്ന വീടുകൾ. ആർക്കും ഒരു അടച്ചുറപ്പോ സുരക്ഷിതത്വമോ ഇല്ല. എന്ത് സംഭവിക്കാമെന്നൊരു അവസ്ഥയാണ് ഈ വേലിയേറ്റവും മഴക്കാലം എല്ലാം തന്നെ ഉണ്ടാകുമ്പോഴുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇത് അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചാണ്. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണത്. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച അലമാരിയാണത്. പുതിയത് 8000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. അത് നശിഞ്ഞു പോണ ഒരു അവസ്ഥയിൽ കണ്ട അത്രയും വെള്ളം പൊങ്ങി നിൽക്കണേ. നമ്മുടെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. കാരണം ഞാൻ ഈ മൂത്ത മകനാണ്. ഈ കുടുംബത്തെ ഏറ്റവും വലിയ കട ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ വരുന്നില്ല. അതല്ല പുതിയ അലമാരി വാങ്ങിച്ചത്. ഇത് അതിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട് പുതിയ അലമാരി, ഫ്രിഡ്ജ്, കാര്യങ്ങളെല്ലാം. നമുക്ക് നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ നഷ്ടങ്ങളേ ഉള്ളു. മുഴുവൻ ഗൃഹോപകരണങ്ങളും ഈ രീതിയിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. ഒരു വീടിൻ്റെ മാത്രം ചിത്രമല്ല. ഇവിടെ കണ്ണമാലി മേഖലയിലേക്കൊക്കെ വരുമ്പോൾ ഈ ഇത്തരം വെള്ളക്കെട്ടിൻ്റെ പിടിയിലാകപ്പെട്ട മിക്കവാറും വീടുകളുടെ ഒരു അവസ്ഥയാണിത്. അതങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് താൽക്കാലികമായി മാറി നിന്നുകൊണ്ട് മാത്രം അവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ്. സ്ഥിരമായ ശാശ്വതമായ നടപടികൾ വേണമെന്നത് എത്രയോ കാലമായി പറയുന്നതാണ്. ഇപ്പോൾ പുതിയ പുലിമുട്ട് അടക്കമുള്ള ഒരു സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും തന്നെ ഇത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള കഷ്ടതകളിലേക്കെല്ലാം തന്നെ ഇവർ നീങ്ങും. ഇതിപ്പോൾ കർക്കിടക വാവ് അടുത്തതോടുകൂടി അതിരൂക്ഷമായിരിക്കുകയാണ്. കണ്ണമാലി മേഖലയിലെ വേലിയേറ്റം രൂക്ഷമായിരിക്കുന്നു. വെള്ളക്കയറ്റം തന്നെ രൂക്ഷമായിരിക്കുന്നു. പലർക്കും വീടുകൾ വിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പോലും പോകുന്നതെന്ന് പോലും അവർക്ക് അറിയാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. ഭൂരിഭാഗം വീടുകളും ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.